ഓഹരി വിപണി മേൽപോട്ട് കുതിക്കുമ്പോൾ വാങ്ങാവുന്ന ഓഹരികളുടെ എണ്ണം തീരെ കുറഞ്ഞു. വാങ്ങാവുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് പറയാൻ മത്സരിച്ചു പോരുന്നവർ പൊതുവെ മൗനത്തിൽ. നിഫ്റ്റി 200 സൂചികയിൽ വാങ്ങൽ റേറ്റിംഗ് ഉള്ള കമ്പനികളുടെ എണ്ണം 61 കുറഞ്ഞുവെന്ന് ഒരു പഠനം. 10 വർഷത്തിനിടയിൽ ഈ സ്ഥിതി ഇതാദ്യം. വാർഷിക വരുമാനം 30 ലക്ഷം രൂപയിൽ കൂടുതലുള്ള കുടുംബങ്ങളുടെ എണ്ണം അടുത്ത 6-7 വർഷത്തിനകം 11.3 കോടി കണ്ട് വർദ്ധിക്കും. 5 മുതൽ 10 ലക്ഷം വരെ വരുമാനമുള്ള ഇടത്തരം കുടുംബങ്ങളുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കുന്ന വർധന 28.3 കോടി. യുഗ്രോ ക്യാപിറ്റലിൻ്റെതാണ് പഠനം. സ്പാം കോളും സന്ദേശവും കണ്ടെത്താൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുതിയ സംവിധാനം കൊണ്ടുവരുമെന്ന് എയർടെൽ പ്രഖ്യാപിച്ചു. വിളിക്കുന്നത് സസ്പെക്റ്റഡ് സ്പാം ആണെന്ന് ഉപയോക്താക്കളെ ഫോണിൽ മുൻകൂട്ടി അറിയിക്കുന്ന വിപുലമായ സംവിധാനം നാളെ മുതൽ പ്രാബല്യത്തിൽ. ജനസംഖ്യയിൽ നരകയറിയവരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമെന്ന് പഠന റിപ്പോർട്ട്. ആകെ ജനസംഖ്യയിൽ 16.5% വയോജനങ്ങളാണ്. ബീഹാറിലാണ് ഏറ്റവും കുറവ്, 7.7%. ഇന്ത്യൻ ജനസംഖ്യയുടെ വളർച്ചാ തോത് കുറയുകയാണെന്നും SBI റിപ്പോർട്ടിൽ പറയുന്നു. പടക്കോപ്പുകളുടെ ഇറക്കുമതി ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ സാമഗ്രി നിർമ്മാണം റെക്കോർഡിട്ടു. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഉൽപാദനം 1.27 ലക്ഷം കോടി രൂപയുടേതാണ്. കയറ്റുമതി 21,000 കോടി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.